ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞായറാഴ്ച ആയതുകൊണ്ട് താമസിച്ച് എഴുന്നേക്കണമെന്ന് ഓർത്തു. പക്ഷേ എല്ലാ ദിവസത്തേക്കാളും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഞാനും കുഞ്ഞിനും കൂടെ കുളിച്ചു. പിന്നെ മുറ്റത്തോട്ട് ചാടിയിട്ടുണ്ട്. കാരണം മുറ്റമെല്ലാം അടിച്ചു വരാമെന്ന് വെച്ചു. ചേട്ടായി കടയ്ക്ക് പോയിട്ടുണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ. പിന്നെ അവിടെ കിടന്ന് ചപ്പെല്ലാം വാരിയിട്ടൊന്ന് കത്തിക്കാനും കൂടെ ഇട്ടു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവിടെ 2 കശുമാവ് നിൽപ്പുണ്ട്. അവിടെ നിന്ന് നല്ല കരിയില ചാടുന്നുണ്ട്. ഇങ്ങനെ ഞായറാഴ്ച ദിവസമൊക്കെ സമയം കിട്ടത്തുള്ളൂ കേട്ടോ അടിച്ച് വരാനൊക്കെ. അല്ലെങ്കിൽ പിന്നെ തിരക്ക് പിടിച്ച പണിയാണ്. കാരണം രാവിലെ തന്നെ എല്ലാ ദിവസവും പൊതിയൊക്കെ കെട്ടുന്നതുകൊണ്ട് തിരക്കായിരിക്കുമേ. അതുകൊണ്ട് സമയം കിട്ടാറില്ല. പിന്നെ ഇന്ന് പിന്നെ പണിയൊക്കെ താമസിച്ച് ചെയ്താൽ മതിയല്ലോ എന്നുകൊണ്ട് ഓർത്ത് എല്ലാം അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ രാവിലെ തന്നെ മേലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ 2 പേരുമേ. പിന്നെ കുറച്ച് തുണി അലക്കിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ വിരിച്ചിടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് വശം അടിച്ച് വാരുന്നുണ്ട് കേട്ടോ. ചപ്പൊന്നുമില്ല അധികം, കുറച്ച് ചപ്പൊക്കെ ഉള്ളത്. പിന്നെ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവനെ അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും വലിഞ്ഞു കയറും. കളിപ്പാട്ടമൊന്നും കൊടുത്തിരുത്തി അവൻ ഇരിക്കുകയില്ല കേട്ടോ. പിന്നെ ആ സമയത്ത് ഞാൻ ചെടിയെല്ലാം നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെടിപ്രാന്ത് കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി പോവുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മുറ്റത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. പുറകു വശത്തൂടെയാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. പിന്നെ അതിലെ തന്നെ തിരിച്ച് കയറി പോകുന്നുണ്ടേ. കാരണം ഫ്രണ്ടിലത്തെ തുറന്നിറങ്ങിയ ലോക്ക് ചെയ്യുന്നതാണ് കേട്ടോ. താക്കോലിട്ട് പൂട്ടുന്നതാണ്. ഫ്രണ്ടിൽ അങ്ങനെ ലോക്കൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പുറകുവശത്തൂടെയാണ് ഇറങ്ങി വന്നത്. പിന്നെ അകത്ത് ഓരോ പണികളുണ്ടായിരുന്നു. ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകിച്ച കേട്ടോ. കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, രാത്രി കഴുകി വെച്ചാൽ പിന്നെ കൊച്ചിൻ്റെ നിപ്പിൾ കുപ്പിയും പിന്നെ രാത്രി കുടിക്കാനെടുക്കുന്ന ബോട്ടിലും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അത്യാവശ്യം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി വെക്കുന്നുണ്ട്. കുഞ്ഞിനെന്നെ പിടിച്ച് കയറുക കേട്ടോ. ഇതാണ് അവൻ്റെ മെയിൻ പരിപാടി. എന്നെ ഒരു പണിയും ചെയ്യിക്കില്ല. ഭയങ്കര മഴക്കാണ്. കാരണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പാത്രമെല്ലാം കഴുകാൻ ആ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. ലോഷൻ ഒഴിച്ചാണ് തുടച്ചിട്ടത്. പിന്നെ ടിന്ന് വെക്കുന്നതോടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൊടി പിടിക്കും കേട്ടോ. പിന്നെ അതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ അതെല്ലാം ചെയ്തില്ലെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞൊരു പണി നടക്കില്ല. പിന്നെ ഞാൻ അവനെ ഉറക്കാൻ വേണ്ടി കിടത്തി കേട്ടോ. ആട്ടുന്നുണ്ട്, കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ. തൊട്ടിക്കകത്തേ കിടന്ന് ഉറങ്ങത്തുള്ളൂ, കട്ടിലിൽ കിടന്നൊന്നും ഉറങ്ങത്തില്ല. അത് എന്നാ സ്വഭാവമാണെന്ന് എനിക്കറിയില്ല. ഒരു 4 മാസം തൊട്ടേ ഇങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല പണിയാണ് ആട്ടലെ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉറങ്ങിയായിരുന്നു. പിന്നെ ചേട്ടായി കടയ്ക്ക് വിട്ട് നമ്മൾ ചിക്കൻ മേടിച്ചിട്ട് വന്നായിരുന്നേ. ഇന്ന് കാപ്പിക്ക് ഉണ്ടാക്കുന്ന പുട്ടാട്ടോ. കാരണം ഇച്ചിരി താമസിച്ചാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇന്നലെ രാത്രിയിൽ മേടിച്ചുകൊണ്ട് വരാൻ സമയം കിട്ടില്ല. മിക്ക ദിവസം രാവിലെയാണ് പോയി മേടിക്കാറുള്ളത്. കാരണം ലിസ്റ്റൊക്കെ എഴുതി വെച്ചാണ് സാധനം പോയി മേടിക്കുന്നത്. രാവിലെ വേണം വൈകിട്ടും മൂന്നും ഇരട്ടി പൈസ ചിലവായതുകൊണ്ട് രാവിലെയാണ് എല്ലാ ദിവസവും പോയി സാധനം മേടിക്കുന്നത്. പിന്നെ ഞാൻ അജ്മിയുടെ പുട്ടുപൊടിയാണ് മേടിച്ചത്. പിന്നെ അത് ഞാൻ വെള്ളം ഒഴിച്ച് ജസ്റ്റായിട്ടൊന്ന് നനച്ച് കുഴച്ചെടുക്കുന്നു. ആ സമയത്ത് എനിക്ക് ചേട്ടായി ചിക്കൻ കഴുകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് ചെയ്യാമെന്ന് വെച്ചു. കാരണം വെച്ചാൽ കുഞ്ഞിന് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ അവൻ വഴക്കുണ്ടാക്കുവേ. പിന്നെ ഇച്ചിരി സമയം പോയായിരുന്നു. പിന്നെ പെട്ടെന്ന് 2 പേരോട് കൂടി ചെയ്യുമ്പോൾ പണി തീരുമല്ലോ. പിന്നെ ഞാൻ പുട്ടെല്ലാം പുട്ടുകുറ്റിക്കകത്ത് ഇടുന്നുണ്ട്. ഇന്ന് സാധാ പുട്ടാണ് ഉണ്ടാക്കുന്നത്. കഞ്ഞിക്ക് ചിരട്ടപ്പുട്ടുണ്ടാക്കിയായിരുന്നു. ഇന്നൊരു വെറൈറ്റി ആയിട്ട് മാറ്റി പിടിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ തിന്നാൻ തോന്നി, അതുകൊണ്ട്. പിന്നെ പുട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുത്തലാണ്, എനിക്കറിയത്തില്ലാത്ത പരിപാടി. കാരണം ഞാൻ എപ്പോൾ പുട്ട് കുത്തി കിട്ടിയാലും പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് തന്നെ കുത്തിയിട്ടപ്പോൾ തന്നെ മൊത്തമൊന്നും പൊടിഞ്ഞിട്ടില്ല, എന്നാലും ശകലം പൊടിഞ്ഞായിരുന്നു അപ്പോഴും കേട്ടോ. പിന്നെ ഞാൻ പുട്ടെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഞാൻ പുട്ടെല്ലാം ഉണ്ടാക്കി വെച്ചായിരുന്നു. പിന്നെ അടുത്ത പരിപാടി ചിക്കൻ കറി വെക്കലാണ് കേട്ടോ. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, സവോള ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചേട്ടാ എനിക്ക് അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. പിന്നെ ഇന്ന് സ്പെഷ്യൽ ഒരു കറിയാണ്, ചിക്കൻ കറിയാണ് വെക്കുന്നത്. വേറെ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചാണ് വെക്കുന്നത്. ചിക്കൻ വറക്കൊന്നുമില്ല, സമയം പോയിട്ടുണ്ട്. ചിക്കൻ വറുത്ത് വെക്കാമെന്നായിരുന്നു ഓർത്തത്. പിന്നെ ഗ്യാസ് തീരുന്നത് കൊണ്ട്, ഗ്യാസ് കിട്ടാനും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വറക്കുന്നില്ലാന്ന് തീരുമാനിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ കറിയുടെ സ്പെഷ്യാലിറ്റി അതാണ്. പിന്നെ പൊടിയെല്ലാം തട്ടിക്കൂട്ടി പിന്നെ അത് നന്നായിട്ട് മൂക്കണം കേട്ടോ അരപ്പ്, അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് കിട്ടുകയില്ല. പിന്നെ പച്ച വയ്ക്കും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മൂത്ത് വന്നപ്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം കുടിപ്പം. പിന്നെ ഞാൻ ചിക്കൻ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ ചിക്കനിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചേട്ടായിക്ക് അത് ഇഷ്ടം കാലാണ് കേട്ടോ. കാലിൻ്റെ പീസാണ് ഏറ്റവും ഇഷ്ടമേ. ഞാൻ കാല് കഴിക്കുക കേട്ടോ. ചേട്ടായിക്ക് തന്നെ കൊടുത്തേക്കുവേ. പിന്നെ മൂടി വെച്ചു, ഒന്ന് വേവിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ചു. പിന്നെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വെച്ചു.
അതിന് പിന്നെ കറി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അത് വിറകടുപ്പയിലോട്ട് മാറ്റിയ, കാരണം ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിറകെ വെച്ച് കറിയൊക്കെ ഏകദേശം സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ വാങ്ങി വെച്ചു കേട്ടോ. കാരണം ഒത്തിരി വെള്ളം പറ്റിച്ചെടുക്കുന്നില്ല. കാരണം പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ പുട്ടിന് എനിക്ക് ചാറ് വേണം കേട്ടോ. ഉണ്ടോ, കറിയെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കറി പുട്ടും എല്ലാം കോരി സെറ്റാക്കി ടേബിളെ കൊണ്ട് വെക്കലാണ് കേട്ടോ അടുത്ത പരിപാടി. പിന്നെ അങ്ങനെ ഞാനെല്ലാം ടേബിളെ കൊണ്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. പാത്രവും പിന്നെ പുട്ടും പിന്നെ 2 ഗ്ലാസ് ചായ എടുത്തത്. എനിക്ക് പാൽ ചായയും ചേട്ടായിക്ക് കട്ടനുമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നു. പുട്ട് വിളമ്പി ഒന്നര കഷ്ണം എന്ന് പറയാൻ പറ്റില്ല, 1.5 കഷ്ണം പുട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ചാറും കഷ്ണം കൂടെ വിളമ്പി ഇട്ടു കേട്ടോ. പിന്നെ കഴിക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. എന്നാലും പുട്ടിന് നല്ല മയം ഉണ്ടായിരുന്നു കേട്ടോ. അജ്മയുടെ പുട്ട് കൂടി അടിപൊളിയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ മേടിക്കുമ്പോൾ നല്ല അജ്മയുടെ സാധനങ്ങളാണ് മേടിക്കുന്നത്, കാരണം നല്ല സോഫ്റ്റ് അതുകൊണ്ട് ഉണ്ടാക്കിയാൽ കേട്ടോ. അപ്പം ചിക്കൻ കറിയും കൂട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ചിക്കൻ കറിക്ക്, അതില്ലാത്ത പോലെ. അപ്പം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ. ഓക്കെ, ബൈ.